80 എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മിനിമം നമ്പറാണ്. അല്ല, എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് തന്നെ UDF ഞങ്ങളുടെ കണക്ക് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞത് 80 മുതൽ 100 സീറ്റ് വരെ UDFന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. 80 എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മിനിമം നമ്പറാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം LDF സർക്കാരിനെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ അത് 100 സീറ്റ് വരെ പോകാം എന്ന കണക്കാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ആ രീതിയിലേക്കാണ് അവരുടെ ഫലവും പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോള് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ UDFന്റെ വിജയം പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്നലെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റ് UDF വിജയിച്ചിരുന്നു. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമായിരുന്നു. അതിനുശേഷം 5ഓളം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, അതിനു മുമ്പും അതിനുശേഷം. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ 4ഇടത്തും UDF തകർപ്പൻ വിജയം നേടി, ഒരിടത്ത് മാത്രമാണ് പരാജയപ്പെട്ടത്. അതും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിരുന്നു. ഏറ്റവും ഒടുവിൽ, അതായത് 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF കരസ്ഥമാക്കിയ മികച്ച വിജയം, ആ വിജയവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വ്യക്തമായ സൂചനയായിരുന്നു. അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 80 മുതൽ 100 സീറ്റ് വരെ ജയിക്കുമെന്ന് ഞങ്ങൾ കണക്കൂട്ടിയത്. അതുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വിജയം അല്ലെങ്കിൽ പരാജയം വിജയവും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുൻകാലങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കോർപ്പറേഷൻ, മുനിസിപ്പൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF നേടിയ തകർപ്പൻ വിജയം, ആ വിജയം എന്ന് പറയുന്നത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തിയായിട്ട് അത് പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും എക്സിറ്റ് പോള് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ UDF കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് ശരിയായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ് വ്യക്തമായ ചിത്രം പുറത്തു വന്നതിന് ശേഷം ആണ് പാർട്ടിയുടെ നേതാവിനെ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനം, അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റേതാണ്. ഇത് വളരെ വ്യക്തമായി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല സമയത്തും പല ഘട്ടങ്ങളിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രക്രിയയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് വീണ്ടും പ്രസക്തിയില്ല, വീണ്ടും ചോദിക്കുന്ന പ്രസക്തിയില്ല. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ MLA മാർ ചേർന്ന് പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തും. അത് കഴിഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് പ്രഖ്യാപിക്കും. ഇല്ല, ഇതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണ് ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ്. അത് ഞങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത്, അന്തിമമായി തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ ഇതേ മറുപടി തന്നെ പറഞ്ഞു. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എക്സിറ്റ് പോൾ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ
UDF വൻ വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ UDF വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കണക്കുകൾ സഹിതം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കണക്കിന് സമാനമായ എക്സിറ്റ് പോൾ പ്രഡിക്ഷനാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എക്സിറ്റ് പോളിനെ അല്ല ഞാൻ പറഞ്ഞത്. എക്സിറ്റ് പോളിൻ്റെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് വ്യക്തമായ കണക്ക് UDF ഉണ്ടായിരുന്നു. ആ കണക്ക് ശരിയാകുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ വന്നിരിക്കുന്നത്. അല്ല, ഞാൻ എക്സിറ്റ് പോളിൻ്റെ എല്ലാം ശരിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കേരളത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് തന്നെ 80 മുതൽ 100 സീറ്റ് വരെ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിവയ്ക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ എക്സിറ്റ് ഫലം വന്നതിന് മുമ്പ് തന്നെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ UDF പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യത്തിൽ ഞാൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊന്നും പോയിട്ടില്ല. അവിടുത്തെ കണക്കുകളെ സംബന്ധിച്ച് എനിക്ക് വളരെ വ്യക്തതയില്ല. അതുകൊണ്ട് എക്സിറ്റ് പോൾ പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. എന്തായാലും 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതൊന്നും പ്രതികരിക്കാൻ അല്ല. അതിനെ സംബന്ധിച്ചൊന്നും ഒരു മറുപടി എനിക്ക് പറയാൻ ഞാൻ അതിന് ആളല്ല. അതൊക്കെ പറയേണ്ടവർ പറയും. നിങ്ങൾ അവരോട് ചോദിക്കുക. എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാനത് പറഞ്ഞു. അസമിലെ വലിയ തോൽവി കോൺഗ്രസിന് ഉണ്ടാകുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുന്നത്. ലോക്സഭാ MP ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയെ PCC അധ്യക്ഷനാക്കുകയും അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തത് തിരിച്ചടിയായി എന്നല്ലേ ഇത്? അല്ല, വോട്ടെണ്ണൽ കഴിയട്ടെ. വോട്ടെണ്ണൽ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. വോട്ടെണ്ണൽ കഴിയാതെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. 4-ാം തീയതി കഴിഞ്ഞിട്ട് അതിലൊരു വ്യക്തമായ ചിത്രം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇല്ല, ഒരു കാര്യത്തിൽ അങ്ങനെ നമുക്ക് മറുപടി പറയാൻ ഞാനതിന് ഉള്ള അതോറിറ്റി അല്ല. അത് പറയേണ്ടവർ പറയും. നിങ്ങൾ പറയേണ്ടവരോട് ചോദിക്കുക. എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരവൊന്നും കിട്ടത്തില്ല. ഇതെല്ലാം 4-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ ഉത്തരം ലഭിക്കും. 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക. 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക. 4-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കും. ഈ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ എൻ്റെ ഉത്തരം കിട്ടത്തില്ല. അതൊക്കെ ഇതൊന്നും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ? അതിനുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാം 4-ാം തീയതി ഇങ്ങനെ ഏറ്റുമുട്ടലൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റോറികളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ എവിടെയും കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. നിങ്ങൾ കേസുകാരനോട് ചോദിക്കേണ്ട കാര്യം എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ കേസുകാരന് വേണ്ടി ഞാനെങ്ങനെ മറുപടി പറയും? അല്ല, കേസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഡൽഹിയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ക്ലിയർ ചെയ്യായിരുന്നല്ലോ. സുധാരൻ പറയേണ്ട കാര്യം ഞാനെങ്ങനെ പറയാൻ പറ്റും? 4-ാം തീയതി കഴിഞ്ഞ് പറയാം. 4-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി കഴിഞ്ഞ് പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം 4-ാം തീയതി കഴിഞ്ഞിട്ട്. എന്താ? എല്ലാം 4-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത്. 4-ാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. കൊട്ടാരക്കരയിൽ ഇല്ല, 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറപ്പല്ലേ? 1 ഡസൻ മന്ത്രിമാരോളം തോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊക്കെ ഇവരും വരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ